നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിറക്കൽ ഹെർബർട്ട് കനാലിൽ യുവാവ് മുങ്ങി മരിച്ചു. പതിനാറുകാരനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മണലൂരിൽ LDF നടത്തുന്നത് അനാവശ്യ സമരങ്ങളെന്ന് കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക്. ചിറക്കൽ ഹെർബർട്ട് കനാലിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. ചേർപ്പ് സ്വദേശി കുക്കപ്പറമ്പിൽ പുഷ്പാങ്കദന്റെ മകൻ അനൂപാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 8-നാണ് സംഭവം. കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീണതാകാമെന്നാണ് നിഗമനം. പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. അഖില കേരള ധീവരസഭ ചാവക്കാട് താലൂക്ക് കമ്മിറ്റി 19ാമത് താലൂക്ക് സമ്മേളനം നാട്ടിക സർവീസ് സഹകരണ ഹാളിൽ ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ MLA വി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ധീവര സമുദായത്തെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തണമെന്നും നിർത്തലാക്കിയ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സർക്കാർ പാസാക്കിയ കരിനിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ദിനകരൻ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പ്രതിസന്ധിയിലാണ്. 50 വർഷം പൂർത്തിയാക്കി. പക്ഷേ ഞങ്ങൾ നേടിയെടുത്ത പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഭരണകർത്താക്കൾ നീതിപൂർവ്വം പ്രവർത്തിക്കേണ്ടവരാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടവരാണ്. ചിലരെ ചേർത്ത് നിർത്തുകയും നമ്മളെപ്പോലെയുള്ളവരെ അകലത്തിൽ നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനനിയമം പിൻവലിക്കാൻ തയ്യാറായ സർക്കാർ, റബ്ബറിന് സുരക്ഷിതമായ വില പ്രഖ്യാപിക്കാൻ തയ്യാറായ സർക്കാർ, നമ്മളെ സംബന്ധിക്കുന്ന നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന 3 കരിനിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരിനിയമങ്ങൾ പിൻവലിക്കേണ്ട, അത് ഭേദഗതി ചെയ്യാനുള്ള മനോഭാവങ്ങൾ ഉണ്ടാകണം. മലയോര മേഖലയിലുള്ളവരോട് കാണിക്കുന്ന അസ്നേഹവും അതുപോലെയൊക്കെ ജനനിബിഡമായ പ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന തീരദേശവാസികളോട് കാണിക്കാനൊരു മനോഭാവം ഉണ്ടാകണം. തീരദേശത്തുള്ളവരുടെ വോട്ടിന്റെ വിലയും മറ്റെവിടെയുള്ളവരുടെ വോട്ടിന്റെയും വിലയും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഭരണം നിർവഹിക്കുന്നവർ തയ്യാറാകണം. പക്ഷപാതപരമായ സമീപനം ഒഴിവാക്കണം. നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചു തരാനുള്ള മനോഭാവം ഉണ്ടാക്കണം. നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ തിരിച്ചു തരാനുള്ള മനോഭാവം. പെരിങ്ങാട് 234 ഏക്കർ 18 സെന്റ് പുഴ ഫോറസ്റ്റായി നോട്ടിഫിക്കേഷൻ നടത്തിയ നടപടി റദ്ദ് ചെയ്യണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ ധീവരസഭ താലൂക്ക് പ്രസിഡന്റ് UB മണികണ്ഠൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV വാരിജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക സമിതി സംസ്ഥാന സെക്രട്ടറി AR ശിവജി, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PV ജനാർദ്ദനൻ, ജില്ലാ പ്രസിഡന്റ് KV തമ്പി, ജില്ലാ സെക്രട്ടറി TV ശ്രീജിത്ത്, ജോഷി ബ്ലാങ്ങാട്, UM സുബ്രഹ്മണ്യൻ, റോഷ്നി ടീച്ചർ, സരിത ടീച്ചർ, ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, PK വിജയൻ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്നോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച പാട്ടുകുർബാനയ്ക്ക് ആലുവ സെന്റ് തോമസ് പ്രൊവിൻസ് പ്രൊവിഷണൽ സെക്രട്ടറി റവറന്റ് ഫാദർ റിജോ മുരിങ്ങാത്തേരി മുഖ്യകാർമ്മികനായി. ആമ്പക്കാട് ഇടവക ഫാദർ ജോഫി അക്കരപ്പറ്റിയേക്കൽ സഹകാർമ്മികനായി. ഫാദർ റിജോ മുള്ളക്കര തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പ്രദക്ഷിണത്തിന് ശേഷം വർണ്ണമഴ ഉണ്ടായിരുന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന വികാരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ ആൻഡോ മേക്കാട്ടുകുളം, ഡിനോ ദേവസി, ടിൻഡോ ജോസ്, അനിൽ ആന്റണി, തിരുനാൾ ജനറൽ കൺവീനർ സ്റ്റീഫൻ ലാസർ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. 8-ാം ഇടം ജനുവരി 26 ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്.
തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്കിൽ നാട്ടിക നിയോജക മണ്ഡലം എംഎൽഎയുടെ പ്രത്യേക വികസന ഫണ്ട് 5 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. സി മുകുന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ V കല, വാർഡ് മെമ്പർ സന്ധ്യ മനോഹരൻ, സ്നേഹതീരം മാനേജർ AT നേന എന്നിവർ സംസാരിച്ചു. നിലനിൽക്കുന്നതുകൊണ്ട് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ പല കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചാണെങ്കിൽ നമ്മുടെ സ്നേഹതീരം പലരുടെയും തെറ്റായ ധാരണകളിൽ കൂടെ ചില സമരങ്ങൾ നമ്മുടെ പ്രദേശത്ത് നടക്കുന്നത്. അതെന്താണെന്നറിയില്ല. ഈ സ്നേഹതീരം നശിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് മറ്റുള്ള പാർട്ടികൾക്കുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് നമ്മൾ സ്നേഹതീരമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടത്. ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ചില ചർച്ചകൾ ഉയർന്ന് നമുക്ക് വിഷമം തോന്നുന്നു. ഇവിടെ നിലവിലുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള പുതിയ വികസനം വേണമെന്നാണ് ഈ സമരം ചെയ്യുന്ന ആൾക്കാരുടെ താല്പര്യം. നമുക്ക് നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തിക്കൊണ്ടുള്ള അവരുടെ ജീവിതത്തിൽ മാതൃകപരമായ മാറ്റങ്ങളോട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ സ്നേഹതീരത്ത് നടപ്പാക്കണം നമ്മൾ ആലോചിച്ചത്. 70 വയസ്സ് കഴിഞ്ഞവർക്കായി നരേന്ദ്രമോദി സർക്കാർ ഏർപ്പെടുത്തിയ 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി വയോവന്ദൻ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രജിസ്ട്രേഷന് നാട്ടിക 2ാം വാർഡിൽ തുടക്കമായി. BJP 2ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KMUP സ്കൂൾ പരിസരത്ത് നടന്ന രജിസ്ട്രേഷൻ ക്യാമ്പ് BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റും 2ാം വാർഡ് മെമ്പറുമായ PV സെന്തിൽകുമാർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ, ഗ്രീഷ്മ സുഖിലേഷ്, AK ചന്ദ്രശേഖരൻ, ലാൽ ഊണുങ്ങൽ, PK ബേബി, ജയരാമൻ വളവത്ത്, ദയാനന്ദൻ ഏറാട്ട്, AK സിദ്ധാർത്ഥൻ, സന്തോഷ് തോപ്പിൽ, AS ദേവദാസ് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ പുല്ലഴി സെന്റ് ജോസഫ് ഭവൻ ഡയറക്ടർ ഫാദർ രാജു അക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, തിരുനാൾ പിറ്റേന്ന് രാവിലെ 6:30 ഇടവകയിലെ പരേതർക്ക് അനുസ്മരണ ബലിയും ഒപ്പീസും ഉണ്ടായി. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, ട്രസ്റ്റിമാരായ KM റാഫേൽ, TL ജോസഫ്, ജോണി ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ നെൽസൺ ചിറയത്ത്, പബ്ലിസിറ്റി കൺവീനർ ബൈജു ചിറയത്ത് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് പഞ്ചായത്തിലെ പടിയം പ്രദേശത്തെ തീരദേശം ഉൾപ്പെടുന്ന 1, 13, 14, 15 എന്നീ വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും പൊതു പൈപ്പിലൂടെ ശുദ്ധജലം വിതരണം ചെയ്യണമെന്നും തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുലാമ്പുഴ കടവിൽ നിന്നും മുറ്റിച്ചൂർ കടവിലേക്ക് തീരദേശ പ്രതിഷേധ ജാഥ നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ ഒന്നും ചെയ്യാത്തവരായി മാറുമ്പോൾ
വികസന മുരടിപ്പ് മാത്രമായ ഒരു പ്രദേശത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും വഴിയുടെയും കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാത്തവരായി മാറുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടം, അതിശക്തമായ പോരാട്ടത്തിന്റെ അനിവാര്യത ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം എന്നുള്ളത് ആർക്കാണ് വ്യത്യസ്ത അഭിപ്രായം പറയാൻ സാധിക്കുക? ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോൾ, കുടിക്കാനുള്ള ദാഹജലം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആർക്കത് നിഷേധിക്കാൻ സാധിക്കുക? എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രദേശത്തെ നേതൃത്വം കൊടുക്കുന്ന മാസിട്ട് വരുന്ന സഖാക്കളെ സംബന്ധിച്ച് കുടിവെള്ളമല്ല ഞങ്ങളുടെ പ്രശ്നം, പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം അഴിമതി മാത്രമാണ് എന്ന് പറയുന്ന, അഴിമതിക്ക് വേണ്ടി മാത്രം പ്രാദേശിക ഭരണാധികാരികളായിരിക്കുന്നവരാണ് നിർഭാഗ്യവശാൽ വർഷങ്ങളായി പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നുള്ളതിന്റെ പേരിൽ വെള്ളമില്ല, വെളിച്ചമില്ല, വഴിയില്ല. മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു. യോഗനാഥൻ കരിപ്പാറ ആമുഖ പ്രഭാഷണം നടത്തി. ഷൈൻ പള്ളിപ്പറമ്പിൽ, അക്ബർ പട്ടാട്ട്, വി കെ മോഹനൻ, ഉസ്മാൻ അന്തിക്കാട്, ബിജേഷ് പന്നിപ്പുലത്ത്, ഷാനവാസ് അന്തിക്കാട്, വി ബി ലിബീഷ്, അശ്വിൻ ആലപ്പുഴ എന്നിവർ പ്രസംഗിച്ചു. റസിയ ഹബീബ്, അജു ഐക്കാരത്ത്, എ വി യദുകൃഷ്ണ, പി തങ്കമണി, രാധാകൃഷ്ണ അന്തുപറമ്പിൽ, ശ്രീവത്സൻ കുന്നത്തുള്ളി, സി ആർ ഷൺമുഖൻ, സിദ്ധാർത്ഥൻ കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. സമാപന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം നൽകുക എന്നുള്ളത്. കുടിവെള്ളം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും വഴിയിലൂടെ കുടിവെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ കൊണ്ടുവരാനുള്ള റോഡുകൾ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് അന്തിക്കാട് പഞ്ചായത്തിൽ. ഇടവേള. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചെറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850. Manappuram Geeta Ravi Public School, the joy of learning. AJ Gold and Diamonds, Tripuriyar Junction. Christmas and New Year offer. ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി, ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം ഒരു പവനിൽ. AJ Gold and Diamonds, Tripuriyar Junction. Lightweight gold, diamond, silver jewelry. 916 wholesale and retail. Phone 6282192294. വീണ്ടും വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 16-കാരനെ വനിതാ SIയും 3 പോലീസുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി.
തളിക്കുളം തമ്പാൻകടവ് ചക്കി മണികണ്ഠന്റെ മകൻ ജിഷ്ണുവിനെ നെഞ്ചിലും പുറത്തും വേദനയെ തുടർന്ന് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിക്കുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്കിനിടയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ജിഷ്ണു ഉൾപ്പെടെ ഏതാനും പേരെ ശനിയാഴ്ച രാത്രി പോലീസ് പിടിച്ചുകൊണ്ടുവന്നിരുന്നു. ഇവരെ സ്റ്റേഷനിൽ SIയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. പ്രായപൂർത്തിയാവാത്തതിനാൽ ജിഷ്ണുവിനെ ഞായറാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു. നെഞ്ചുവേദനയും പുറംവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവർ ചോദിച്ചപ്പോഴാണ് മർദ്ദനമേറ്റ കാര്യം കുട്ടി പറഞ്ഞത്. കസ്റ്റഡിയിലെടുത്തവരുമായി സംസാരിക്കാൻ പോലീസ് അനുവദിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. മർദ്ദനത്തിൽ നടപടി ആവശ്യപ്പെട്ട ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖേന പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വടനപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ ആളുകൾ തടിച്ചുകൂടി. അറസ്റ്റിലും പോലീസ് മർദ്ദനത്തിലും വടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് രാവിലെ മുതൽ രാത്രി ഏറെ വൈകി വരെ പ്രതിഷേധം ഇരമ്പിയത്. എന്നാൽ ഇവർ പ്രതികളാണെന്നും വടികളുമായാണ് ഇവരെ സംഘർഷത്തിന് ഇടയിൽ നിന്നും പിടികൂടിയതെന്നും ഇവരെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. നാട്ടിക ബീച്ച് ചളിങ്ങാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കളമെഴുത്ത് തോറ്റംപാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, മുത്തപ്പന കളമെഴുത്തുപാട്ട്, വൈകിട്ട് വിഷ്ണുമായക രൂപക്കളം, തുടർന്ന് പെരിങ്ങോട്ടുകര ആഞ്ജനേയ ടീമിന്റെ വീരനാട്യം, കൈകൊട്ടിക്കളി, ദീപാരാധന, രാത്രി അത്താഴ പൂജ, ദേവിക രൂപക്കളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി PV സന്തോഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് CR സുരേന്ദ്രൻ, സെക്രട്ടറി CR സന്തോഷ്, ട്രഷറർ CK ധർമ്മൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ടും കോൺഗ്രസ് പ്രവർത്തകർ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷനായി. DCC സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, രമേശ് ഐനിക്കാട്ട്, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, സുമന ജോഷി, AM മെഹബൂബ, മുനീർ ഇടശ്ശേരി, KT കുട്ടൻ, AA യൂസഫ്, മുഹമ്മദ് ഷഹബു, AC പ്രസന്നൻ, പ്രകാശൻ പുളിക്കൽ, N മദനമോഹനൻ, നീതു പ്രേംലാൽ, CV സനോജ് എന്നിവർ സംസാരിച്ചു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ഭഗവാന് ആറാട്ട് നടത്തി. ഞായറാഴ്ച രാവിലെ ക്ഷേത്രകുളത്തിൽ നടത്തിയ ആറാട്ടിന് ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരി, കല്ലേലി താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി രാഘവേന്ദ്ര എന്നിവർ കാർമ്മികരായി. ആറാട്ടിനോടനുബന്ധിച്ച് കഞ്ഞി വിതരണവും ഉണ്ടായി. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും വേലവരവും കാളകളിയും ഉണ്ടായിരുന്നു.
ആഘോഷ കമ്മിറ്റിയുടെ ശ്രദ്ധയ്ക്ക്. തളിക്കുളം പുതിയങ്ങാടി ഇർഷാദു സുബിയാൻ മദ്രസയിൽ സ്മാർട്ട് ക്ലാസിന് തുടക്കം കുറിച്ചു. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം തളിക്കുളം മഹല്ല് മുതവല്ലി ഹുസൈൻ മാളിയേക്കൽ നിർവഹിച്ചു. നമ്മുടെ ഈ മദ്രസയിൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പഠനത്തിന് തുടക്കം കുറിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പുതിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഈ മദ്രസയിൽ മാറ്റം വന്നു കാണാൻ വളരെയേറെ സന്തോഷമുണ്ട്. 10-50 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വ്യക്തി അനുഭവിച്ച അതേ അവസ്ഥയാണ് ഇന്ന് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അറിയാത്ത ഒരാളിൽ നിന്ന് നേരിടുന്നത്. എല്ലാ രംഗങ്ങളിലും കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായം കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് ഈ മദ്രസയിലും വന്നുകാണേറെ സന്തോഷമുണ്ട്. ട്രഷറർ ഷമീർ നാലകത്ത് ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് മുഹമ്മദ് നാസിം ചിറക്കുഴി, സെക്രട്ടറി റഷീദ് പതിയ പറമ്പത്ത്, രക്ഷാധികാരി മുഹമ്മദ് അലി, ഹനീഫ അൻവരി, ബഷീർ അഹ്സനി, സലാഹു ഉസ്താദ്, റഹ്മത്ത് അലി ഉസ്താദ്, ഷിഹാബ് റഹ്മാനി, ബുഹാരി ഉസ്താദ്, ഷിഹാബ് അബ്ദുൾ റഹ്മാൻ, റസാഖ്, സഖീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടുകൂടിയാണ് സ്മാർട്ട് ക്ലാസ് റൂം പണി കഴിപ്പിച്ചത്. പരിപാടിക്ക് വിശിഷ്ട വ്യക്തികളായ ജലീൽ, അഷറഫ്, ജാബിർ, അഷറഫ് ഉസ്താദ്, കമ്മിറ്റി അംഗങ്ങളായ ഹബീബ് തങ്ങൾ, അബ്ദുൽ ഖാദർ, ഫൈസൽ, ബഷീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് ഹദ്ദാദ് വാർഷികം സംഘടിപ്പിച്ചു. ഹദ്ദാദ് വാർഷികത്തിന് മഹല്ല് ഖത്തീബ് അബ്ദുൽ ലത്തീഫ് അസ്ഹരി പ്രാർത്ഥന നടത്തി. തുടർന്ന് വഴിതെറ്റുന്ന യുവത്വം വഴികാട്ടുന്ന ഇസ്ലാം എന്ന വിഷയത്തിൽ കേരളക്കലയിലെ പ്രമുഖ പണ്ഡിതൻ ഇ പി അബൂബക്കർ അൽ കാസിമി മുഖ്യപ്രഭാഷണം നടത്തി. ജാതിമതഭേദമന്യേ 1000-ൽ പരം കുടുംബങ്ങൾക്ക് അന്നദാനവും നടത്തി. പരിപാടിക്ക് പൂർവ്വ വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. SNDP യോഗം ചിത്രാപ്പനി ശ്രീകുമാരമംഗലം ശാഖ വാർഷിക പൊതുയോഗം നടത്തി. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷനായി. ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താമ്പറമ്പിൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ശാഖാ വൈസ് പ്രസിഡന്റ് രാജേഷ് പറശ്ശേരി, നാട്ടിക യൂണിയൻ കൗൺസിലർ നരേന്ദ്രൻ തയ്യിൽ, യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശ്രീജ മൗസ്മി തുടങ്ങിയവർ സംസാരിച്ചു. ശാഖാ പ്രസിഡന്റായി ജയരാജൻ മേനോത്ത് പറമ്പിലും വൈസ് പ്രസിഡന്റായി രാജേഷ് പറശ്ശേരി, ശാഖാ സെക്രട്ടറിയായി ഗോപിനാഥൻ പോത്താമ്പറമ്പിലും യൂണിയൻ കമ്മിറ്റി അംഗമായി പ്രജോദ് പണിക്കശ്ശേരിയെയും തിരഞ്ഞെടുത്തു. വനിതാ സംഘം പ്രസിഡന്റായി പരിമള മോഹനനും സെക്രട്ടറിയായി സുനജ സുരേന്ദ്രനെയും തിരഞ്ഞെടുത്തു. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ 15 യൂണിയൻ ആണെങ്കിൽ 15 എണ്ണത്തിലും അടിയാണ്. നമ്മുടെ ആളുകളുടെ ശാപമാണ്. 15 എണ്ണത്തിലും ഒന്നിലും സെക്രട്ടറി അല്ലെ പ്രസിഡന്റ് അങ്ങനെ തല്ലും ബഹളവും വഴക്കും ഒക്കെയാണ്. പക്ഷെ ഇന്നേ വരയ്ക്കും നമ്മുടെ യൂണിയൻ വന്നിട്ട് ഏകദേശം 23 വർഷം കഴിയാണ്. യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരേ ഒരു യൂണിയൻ ഏതെന്ന് വെച്ചാൽ നാട്ടിക യൂണിയൻ തന്നെയാണ്. ഇടവേള. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും
ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണേ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ്. വീണ്ടും വാർത്തകളിലേക്ക്. മണലൂർ പഞ്ചായത്ത് ഓഫീസ് നവീകരണം കഴിഞ്ഞ വർഷത്തെ തുടർ പദ്ധതിയാണെന്നും ഇതിനെതിരായുള്ള ആരോപണം ജനങ്ങളുടെ നികുതി പണം ലാപ്സാക്കി കളയാൻ മാത്രമേ ഉപകരിക്കൂവെന്നും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പറഞ്ഞു. 235/25, അതായത് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു 200 ചില്ലറ പദ്ധതികൾ മണലൂർ പഞ്ചായത്തിലുണ്ട്. അതിൽ ആ 200ൻ്റെ ഉള്ളിൽപ്പെട്ട പദ്ധതിയിൽപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ പഞ്ചായത്ത് ഓഫീസ് നവീകരണം. കഴിഞ്ഞ ഇടതുപക്ഷ ഭരണമുന്നണിയും ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ കടറിലേക്ക് മണലൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയപ്പോൾ ജനങ്ങളുടെ അമർഷവും രോഷവും അന്നത്തെ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ പ്രതിഫലിപ്പിക്കുകയുണ്ടായി. അതിന് ജനങ്ങളുടേതായ നികുതി പണം ഉപയോഗിച്ച് പണിയുന്ന സ്ഥാപനം അത് ജനങ്ങളുടേതാക്കി മാറ്റണമെന്നുള്ള ഭരണസമിതിയുടെ ഒരു ഇച്ഛാശക്തിയാണ് നമ്മളവിടെ നടപ്പിലാക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് ജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസ് നവീകരണവും ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്തു. ഈ പദ്ധതിക്ക് 6,15,133 രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ഈ പദ്ധതി സ്പിൽ ഓവർ പദ്ധതി എന്ന് പറയും. അതായത് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയാണ്. അത് ഈ വർഷം ഫെബ്രുവരി 20 പഞ്ചായത്തിൽ നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാൻ ഉള്ള തയ്യാറെടുപ്പാണ് ഭരണസമിതി. അതാണ് അവിടെ നടപ്പിലാക്കുന്നത്. അല്ലാണ്ട് അവിടെ സ്റ്റിക്കർ വർക്കും മറ്റു പദ്ധതികളൊന്നുമല്ല. പഞ്ചായത്തിനെ മൂടി പിടിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു പഞ്ചായത്തിൻ്റെ മുഖം തന്നെ മിനുക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള അനുമതിയെല്ലാം ലഭിച്ച് തികച്ച് സുതാര്യമായാണ് നവീകരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മണലൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്തിലെ താൽക്കാലിക ഡ്രൈവർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വിവാദം ഇതുപോലെ തൽപരകക്ഷികളുടെ നയത്തിന്റെ ഭാഗമാണെന്നും ജോലിയിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയതിന് ഡ്രൈവർക്ക് പഞ്ചായത്ത് അധികൃതർ താക്കീത് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഡ്രൈവർ രാജിവെച്ച് ഒഴിഞ്ഞുപോയതെന്നും സൈമൺ തെക്കത്ത് പറഞ്ഞു. പഞ്ചായത്ത് ഡ്രൈവർ എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും സേവനം ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാം, പഞ്ചായത്തിന് സെക്രട്ടറി ആയിരിക്കാം, മറ്റുള്ള ഉദ്യോഗസ്ഥരായിരിക്കാം. ഇതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു. ജൂൺ 30 അതുപോലെ തന്നെ മറ്റുള്ള സമയത്തിലൊക്കെ സെക്രട്ടറിയും മറ്റ് ജീവനക്കാരും ഒക്കെ പഞ്ചായത്തിൻ്റെ വോട്ടർ പട്ടിക പുതുക്കൽ അതുപോലെ തന്നെ ഡീമിലിറ്റേഷൻ പരിപാടികളൊക്കെ ആയിട്ട് വാർഡ് വിഭജനമായിട്ടുള്ള പരിപാടികളൊക്കെ അദ്ദേഹം പൂർണ്ണമായിട്ടും നിസ്സഹകരണം നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോഴൊക്കെ പഞ്ചായത്ത് ഭരണസമിതി താക്കീത് നൽകുകയും ഡിസംബർ 3 പഞ്ചായത്തിലെ ജീവനക്കാരും സ്റ്റാഫും അട്ടപ്പാടിയിലേക്ക് ട്രെയിനിങ് പരിപാടിക്ക് പോകുമ്പോൾ കാലത്ത് അവരെ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശ്ശൂർക്ക് എത്തിക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സൗകര്യമില്ല എന്ന് പറയുകയും അത് ഭരണസമിതി ഈ നിലപാടിനെ ചോദ്യം ചെയ്യുകയുണ്ടായത്. അപ്പോൾ ഭരണസമിതിയുടെ ചോദ്യം ചെയ്യൽ പരിപാടിക്ക് അദ്ദേഹം മറുപടി കൊടുത്തത് ഭരണസമിതിയെ കളിയാക്കുന്ന തരത്തിലാണ്. അതാണ് അദ്ദേഹം സ്വയമേ രാജിവെച്ച് പോകേണ്ട നിലയിലേക്ക് എത്തിയത്. യാത്രാ സംബന്ധമായ രേഖകളെല്ലാം അദ്ദേഹം തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ശമ്പളം ഉൾപ്പെടെയുള്ളവ
അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായി വന്നിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുഖം മിനുക്കിയ സംഭവത്തിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് LDF നടത്തുന്ന സമരങ്ങൾ അനാവശ്യ സമരങ്ങളാണെന്നും ഈ വിഷയത്തിൽ പാർട്ടിയും ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പം ആണെന്നും മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അറിയിച്ചു. മണലൂർ പഞ്ചായത്തിന്റെ മുഖം മിനുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി അത് മിനിറ്റ്സിലാക്കിയ കാര്യമാണ് അവിടെ നടപ്പിലാക്കിയത്. വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷം അനാവശ്യ സമരങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പമാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി മുജാഹിദ് ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന സമ്മേളനത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദർ അലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് സുല്ലമി, ഷിഹാബ് എടക്കര, അൻവർ അബൂബക്കർ, അബ്ദുൽ മാലിക് സലഫി എന്നിവർ പ്രഭാഷണം നടത്തി. വിസ്ഡം യൂത്ത് ജില്ലാ ട്രഷറർ റംഷാദ് സ്വലാഹി, വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ സെക്രട്ടറി സലാഹുദ്ദീൻ അൽ ഹിഖമി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൈപ്പമംഗലം മണ്ഡലം സെക്രട്ടറി AK അബ്ദുൽ മജീദ്, വിസ്ഡം റൂട്ട്സ് കൺവീനർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. എന്താണ് അവരെ കൊണ്ട് ഈ രൂപത്തിൽ സംസാരിക്കാൻ കാരണമായിട്ടുള്ളത്? സഹോദരങ്ങളെ, ഇന്ന് ആ വിഷയങ്ങൾ ഓരോന്നും ഇവിടെ ഈ കൈപ്പമംഗലത്ത് വെച്ചുകൊണ്ട് അനാവരണം ചെയ്യാൻ പോവുകയാണ്. ഓരോ സുഹൃത്തുക്കളും, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പഴുവിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവവും അഖില കേരള ചന്ദ്രഹാസ നൃത്ത സംഗീതോത്സവവും തിരുവാതിരക്കളി മത്സരവും ജനുവരി 22 മുതൽ 26 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 22 മുതൽ 24 വരെ നടക്കുന്ന അഖില കേരള സംഗീതോത്സവത്തിന് 22 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്ര മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമികൾ തിരിതെളിയിച്ച് നൃത്ത സംഗീതോത്സവത്തിന് തുടക്കം കുറിക്കും. CBSE കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിലെ വിജയി അമേയ വിപിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉത്തരമണികണ്ഠന്റെ സംഗീത കച്ചേരിയോടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രഗത്ഭരായ കലാകാരന്മാരും കലാകാരികളും നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. വൈകിട്ട് ജില്ലാ കലോത്സവ വിജയി ഷെസ പർവീന ആദരവ് നൽകും. വെള്ളിയാഴ്ച രാവിലെ AR പ്രസാദും സംഘവും അവതരിപ്പിക്കുന്ന ശ്രീ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും. വൈകിട്ട് അഖില കേരള തിരുവാതിരക്കളി മത്സരത്തിന്റെ ഉദ്ഘാടനം ഗായിക രജി ഭദ്രൻ നിർവഹിക്കും. തുടർന്ന് പ്രണയ പ്രശാന്തിന്റെ വിഷ്ണുമായ താണ്ഡവം അരങ്ങേറും. സീരിയൽ താരം ഭവ്യ നായർ തിരുവാതിര മത്സര വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും. ശനിയാഴ്ച ഭഗവതിക്കും വീരഭദ്രസ്വാമിക്കും കളം, തുടർന്ന് പ്രസാദോട്ട് ഉണ്ടായിരിക്കും. ഞായറാഴ്ച മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമിജിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാരൂപക്കളം, പ്രസാദോട്ട് എന്നിവയോടുകൂടി തിറവെള്ളാട്ട് മഹോത്സവത്തിന് സമാപനം കുറിക്കും. ക്ഷേത്ര മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമിജി, സംഘാടക സമിതി വർക്കിംഗ് പ്രസിഡന്റ് ദിവാസ് ആലുക്കൽ, പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ മാസ്റ്റർ, മീഡിയ കോർഡിനേറ്റർ പ്രശാന്ത് വടൂക്കര, സെക്രട്ടറി മേഘനാഥൻ ചന്ദ്രഹാസൻ, കോർഡിനേറ്റർ ആര്യ സുഹാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീമൂലസ്ഥാനത്ത് വിഷ്ണുമായ സ്വാമിയുടെയും ഭദ്രകാളി ദേവിയുടെയും തിരുവള്ളാട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ച് വർഷം തോറും തലമുറകളായി നടത്തിവരുന്ന കലാ സാംസ്കാരിക പരിപാടികൾ കഴിഞ്ഞ 2 വർഷത്തോളമായി കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെയാണ് നടത്തിവരുന്നത്. 22-ാം തീയതി തുടങ്ങി തുടർച്ചയായി 3 ദിവസം അഖില കേരള അടിസ്ഥാനത്തിലുള്ള നൃത്ത സംഗീതോത്സവവും 3-ാമത്തെ ദിവസം അഖില കേരള അടിസ്ഥാനത്തിലുള്ള തിരുവാതിര കളിയും അരങ്ങേറുകയാണ്. ഇത് മത്സര അടിസ്ഥാനത്തിലാണ് നമ്മൾ അരങ്ങേറുന്നത്, തിരുവാതിരക്കളിയും എല്ലാം. ഇതിനിടയിൽ ഉത്സവത്തിൻ്റെ 3-ാം ദിവസമായിട്ടുള്ള ജനുവരി 24-ാം തീയതി നാഗദൈവങ്ങൾക്ക് കർമ്മം, 25-ാം തീയതി രാവിലെ വിഷ്ണുമായ സ്വാമിക്കും ദേവീദേവന്മാർക്കും പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, 26-ാം തീയതി വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളം. സംഗീത വിഭാഗത്തിൽ നിന്ന് ഒരു 600ഓളം കലാകാരികൾ പങ്കെടുക്കുന്നുണ്ട്. നൃത്ത രംഗത്ത് തന്നെ നൃത്താഞ്ജലിയിൽ തന്നെ ഒരു 300ഓളം നർത്തകരും ഈ സംഗീതോത്സവത്തിൽ വരുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കൈപ്പമംഗലം MIC അൽബീർ ഗൈഡൻസ് സെന്ററും ലൈബ്രറിയും നാടിന് സമർപ്പിച്ചു. മോഡേൺ ലൈബ്രറി കൗൺസിലിംഗ് സെന്റർ, ആക്ടിവിറ്റി സോൺ, പാരന്റിംഗ് ട്രെയിനിംഗ്, ടീനേജ് കൗൺസിലിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഗൈഡൻസ് സെന്റർ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. പാണക്കാട് മൊഹിനലി ശിഹാബ് തങ്ങൾ ഗൈഡൻസ് സെന്ററിന്റെയും ലൈബ്രറിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. നജീബ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. ഓഷ്യൻ ഓയിൽ ഫീൽഡ് CEO ഷിമീർ മുഹമ്മദ്,
ഷിഹാസ് സുൽത്താൻ, MIC ആക്ടിംഗ് പ്രസിഡന്റ് സദഖത്തുള്ള, ജനറൽ സെക്രട്ടറി PS ഇസ്ഹാഖ്, MIC അൽബീർ മാനേജർ PS അബ്ദുൽ ഹമീദ്, അസിസ്റ്റന്റ് മാനേജർ മുഹമ്മദ് നയീം തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സ്വന്തം വീട് അതെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ തങ്ങളുടെയൊക്കെ വലിയൊരു ഇൻവോൾവ്മെന്റ് ഇതിലുണ്ട്. ഇങ്ങനെ നല്ലൊരു കൂട്ടായ്മ, അതുപോലെ തന്നെ സംസ്ഥയുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു എടുപ്പും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയും അംബേദ്കറും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CC ബാബു വിഷയാവതരണം നടത്തി. റിട്ടയർഡ് ജില്ലാ രജിസ്ട്രാർ KM ബേബി മോഡറേറ്ററായിരുന്നു. KA കൊച്ചുമോൻ, TK പ്രകാശൻ, നവമി പ്രസാദ്, PR നിഖിൽ, അഡ്വക്കേറ്റ് TT മീനുട്ടി, TN തിലകൻ, PR ജോഷി, PC ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടനയെയും ഡോക്ടർ അംബേദ്കറെയും പരിഹസിക്കാനും അവമതിക്കാനും കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ സംഘപരിവാർ ശക്തികൾ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല എന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പരമോന്നത നിയമമാണ്. ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടു വരുന്നതിനും ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപം കൊടുക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടന നിർണായകമായ പങ്കാണ് വഹിച്ചത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തേൻതുള്ളികൾ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, VV ജയൻ, സാജിദ പുതിയവീട്ടിൽ, AV ഗിരിജ, ഷിനി സതീഷ്, അംഗൻവാടി ടീച്ചർമാരായ പ്രിയ, ശ്രീദേവി, ICDC സൂപ്പർവൈസർ ഷീബ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ സർക്കാർ തലത്തിൽ തന്നെ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളുടെയും അതുപോലെ തന്നെ അമ്മമാരുടെയും കൗമാരപ്രായക്കാരുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും ക്ഷേമം മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിച്ചു പോകുന്നത്. നിരവധിയായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ 30 അംഗനവാടികൾ പ്രവർത്തിച്ചു പോകുന്നത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ 525-ാം ജൂബിലി തിരുനാളിന് തൃശൂർ അതിരൂപത ഫാമിലി അപ്പസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ കൊടിയേറ്റി. തിരുനാളിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. തിങ്കളാഴ്ച രാവിലെ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ് കർമ്മം നടത്തിയത്. ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ സഹകാർമ്മികനായി. കൈക്കാരന്മാരായ CA ജെയിംസ്, ലിജോ ജോർജ്, സിജോ ഡേവിസ്, ജനറൽ കൺവീനർ സെബി ജോർജ്, കുടുംബ കൂട്ടായ്മ കൺവീനർ EJ ജെയിംസ്, ബിജു എലുവത്തിങ്കൽ, CA ജോൺസൺ, PRO ഷാജി ചാലിശ്ശേരി, AA ആന്റണി, ഭക്തസംഘടന കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ. തൃത്തല്ലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും വാടാനപ്പള്ളി യൂത്ത് ലീഗ് ലൈബ്രറിയും സംയുക്തമായി MT അനുസ്മരണം നടത്തി. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിൽ വെച്ച് കുട്ടികളുടെ രചനാ മത്സരങ്ങൾ നടന്നു. MTയുടെ ഛായാചിത്രം, പെൻസിൽ ഡ്രോയിംഗ് മത്സരവും കഥാരചന, കവിതാരചന എന്നിവയും നടത്തി. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമാപന സമ്മേളനം കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും MTയുടെ പുസ്തകങ്ങളും സമ്മാനമായി നൽകി. തുടർന്ന് ട്രസ്റ്റി ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും നടന്നു.
ഹോപ്പ് ഭാരവാഹികളായ CM സുശീൽ, KR ഷൈൻ, TR സുരേഷ് ബാബു, VC ഹരിലാൽ, AT സിറാജ്, പ്രദീപ് കരിപ്പാടത്ത്, CS സജീഷ്, CC വേണു, TC ഉണ്ണികൃഷ്ണൻ, ലൈബ്രറി ഭാരവാഹികളായ CS വിനോദൻ, ജയചന്ദ്രൻ കോഴിപ്പറമ്പിൽ, രജനി എന്നിവർ നേതൃത്വം നൽകി. മലയാളത്തിൽ എന്നും അവതരിപ്പിക്കുന്ന ഓർക്കേണ്ട ഒരു കഥാകൃത്തായിട്ട് LP മാറി. നമുക്ക് അറിയാവുന്ന ഒരുപാട് പടങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അതിനെ ആലോചിക്കാൻ പറ്റാത്ത പടങ്ങൾ. അദ്ദേഹത്തിന്റെ പള്ളിവാളും കാൽച്ചിലമ്പം എന്നുള്ള കഥയാണ് നിർമ്മാല്യം എന്ന സിനിമയായിട്ട് അദ്ദേഹം സെല്ലോഡിലേക്ക് കൊണ്ടുവന്നത്. എന്റെ കഥ അറിയാമോ? ഒരു വെളിച്ചപ്പാട് തല വെട്ടിപ്പൊളിച്ച് അദ്ദേഹത്തെ വിഗ്രഹത്തിന്റെ മുഖത്തേക്ക് തുപ്പുന്നതാണ്. അതിന് കാരണമായിട്ട് പറയുന്ന ഒരുപാട് കഥകൾക്ക് ശേഷമാണ് സംഭവിക്കുന്നതെന്ന് ചെയ്യാൻ പറ്റില്ല. ഇന്ന് വർഗീയ കക്ഷികളൊക്കെ ഇതിന്റെ നേർക്ക് കൊണ്ടുപോകാനുണ്ട്. അത്തരം സിനിമ ചെയ്താലും നമുക്കറിയാവുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ശരിയോ തെറ്റോ നമുക്ക് ആലോചിച്ച് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ അത്ര വലിയ ആവിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് LP. അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകൾ സിനിമയായിട്ടുണ്ട്. KSTU വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി നഗറുകളുടെയും മറ്റ് ജനവാസ സങ്കേതങ്ങളിലെയും താമസക്കാർ നേരിടുന്ന അടിസ്ഥാന വിഷയങ്ങളായ പട്ടയരഹിത ഭൂമി, വൈദ്യുതി, കുടിവെള്ളം, യാത്രാ സൗകര്യം എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസിക്ക് നിവേദനങ്ങൾ നൽകി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AR വാസു അധ്യക്ഷനായി. സെക്രട്ടറി KC സുധ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA അനിൽകുമാർ, കാഞ്ചന രാജു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കൽ ഹെർബർട്ട് കനാലിൽ യുവാവ് മുങ്ങി മരിച്ചു. പതിനാറുകാരനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മണലൂരിൽ LDF നടത്തുന്നത് അനാവശ്യ സമരങ്ങളെന്ന് കോൺഗ്രസ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.